കർണാടക സർക്കാരിന് പിന്നാലെ കുട്ടികളിലെ സോഷ്യൽ മീഡിയ ഉപയോഗം തടയാൻ ആന്ധ്രാപ്രദേശ് സർക്കാരും ഒരുങ്ങുന്നു എന്ന സുപ്രധാനമായ വാർത്ത പുറത്തേക്ക് വരികയാണ്. 13 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ സോഷ്യൽ മീഡിയ നിയന്ത്രണം ഏർപ്പെടുത്താൻ ആന്ധ്രാപ്രദേശ് തീരുമാനിച്ചിരിക്കുകയാണ്. കർണാടക സർക്കാർ ഇത്തരമൊരു നീക്കം നടത്തിയതിന് പിന്നാലെയാണ് സോഷ്യൽ മീഡിയ ഉപയോഗത്തിൽ കടുത്ത നടപടികളിലേക്ക് ഇപ്പോൾ ആന്ധ്ര സർക്കാരും കടക്കുന്നത്. 90 ദിവസത്തിനകം ഇത് നടപ്പാക്കുമെന്നാണ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു വ്യക്തമാക്കിയിരിക്കുന്നത്. നിയമസഭയിലാണ് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം. IT മന്ത്രി ലോകേഷ് നായിഡുവിന്റെ നേതൃത്വത്തിൽ ഇതിനായി സമിതിയെ രൂപീകരിച്ചിട്ടുണ്ട്. മെറ്റ, എക്സ്, ഗൂഗിൾ, ഷെയർചാറ്റ് എന്നീ കമ്പനികളുമായി ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ ചർച്ച നടത്തിയിട്ടുണ്ട്. 16 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്കാണ് കർണാടക സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. കുട്ടികളിലെ മാനസികാരോഗ്യം ഉറപ്പുവരുത്താനും വായനയിലേക്ക് തിരികെ കൊണ്ടുവരാനും ലക്ഷ്യമിട്ടാണ് പ്രഖ്യാപനം. രാജ്യത്ത് ആദ്യം കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ നിരോധിക്കുന്നത് കർണാടകയാണ്. മൊബൈൽ ഫോൺ ഉപയോഗം വർദ്ധിച്ചതിന്റെ പ്രതികൂല ഫലങ്ങൾ തടയുന്നതിനും കുട്ടികളുടെ മാനസികാരോഗ്യവും പെരുമാറ്റവും ലക്ഷ്യം വെച്ചാണ് നടപടി. 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ നിരോധിക്കുമെന്നാണ് കർണാടക വ്യക്തമാക്കിയത്. മൊബൈൽ ഉപയോഗം വർദ്ധിച്ചതിന്റെ തിക്തഫലം ഒഴിവാക്കാനും കുട്ടികളിൽ ഉണ്ടാകുന്ന നെഗറ്റീവ് ഇമ്പാക്ട് തടയാനുമാണ് ഇത്തരത്തിലൊരു വിലക്ക് മുന്നോട്ട് വെക്കുന്നത് എന്നാണ് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വ്യക്തമാക്കിയത്. അതേസമയം ഇന്തോനേഷ്യയിലും 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തുകയാണ്. കുട്ടികളുടെ ഡിജിറ്റൽ സുരക്ഷ മുൻനിർത്തിക്കൊണ്ടുവന്ന പുതിയ നിയമത്തെക്കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ ഇന്തോനേഷ്യൻ ഗവൺമെന്റ് പുറത്തുവിട്ട് കഴിഞ്ഞു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഹൈറിസ്ക് വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയാണ് 16 വയസ്സ് വരെ ഉള്ള പ്രായക്കാർ ഉപയോഗിക്കുന്നത് വിലക്കിയിരിക്കുന്നത്. പുതിയ നിയമം അനുസരിച്ച് 16 വയസ്സ് വരെയുള്ള പ്രായക്കാർക്ക് യൂട്യൂബ്, ടിക്ടോക്ക്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, എക്സ്, ത്രെഡ്സ്, ബിഗോ ലൈവ്, റോബ്ലോക്സ് തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാൻ കഴിയില്ല. മാർച്ച് 28 മുതലാണ് ഇന്തോനേഷ്യയിൽ ഈ നിയമം ഘട്ടം ഘട്ടമായി സർക്കാർ നടപ്പാക്കിയിരിക്കുന്നത്.